തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പോര് കനക്കുന്നു. റോഷി അഗസ്റ്റിനെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയിടത്ത് രംഗത്തെത്തി. പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം റോഷി അഗസ്റ്റിനാണ്. UDFുമായി ചർച്ചയ്ക്കുള്ള അവസരം ജോസ് കെ മാണി സൃഷ്ടിച്ചു. റോഷി അഗസ്റ്റിൻ പാർട്ടിയെ ഒറ്റിക്കൊടുത്തു. റോഷി ഭയന്നത് മടിയിൽ കനമുള്ളതുകൊണ്ടാണെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. ഒരുപക്ഷെ 64 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ സംപൂജിതരായ ഒരു കാലഘട്ടം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതിനൊരു കാരണക്കാരനായി മാറിയത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായി മന്ത്രിയായി 5 വർഷക്കാലം പ്രവർത്തിച്ച ശ്രീ റോഷി അഗസ്റ്റിൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ് ഈ പാർട്ടിയെ ഇത്രയും വലിയൊരു ഗതികേടിലേക്ക് കൊണ്ട് എത്തിച്ചതിന് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിയിലെ 99.9% ആളുകൾ തയ്യാറായതാണ്. അധികാരത്തിൽ നിന്നും മാറുവാൻ ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന റോഷി അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഈ പാർട്ടിയെ ഒറ്റുകൊടുത്തുകൊണ്ട് ചെയർമാനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടുന്ന ഒരു പാർട്ടി നേതൃത്വമാണ്, പാർലമെന്റ് പാർട്ടി ചേർന്നാണ് ഇങ്ങനെ ഒരു സഭയുടെ ഒരു താല്പര്യം അനുസരിച്ച് ഇങ്ങനെ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകണമെന്ന് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. ഇത് പ്രമോദ് നാരായണൻ, അത് പറയാം, മുന്നണി മാറ്റം സംബന്ധിച്ച് പ്രമോദ് നാരായണൻ വിവരം മനോരമയിൽ ചോർത്തി കൊടുക്കുകയും അത് ഭരണ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വിളി വന്നപ്പോൾ റോഷി അഗസ്റ്റിൻ U-turn അടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നപ്പോൾ എന്താണ്, മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് റോഷി പേടിച്ചു? തെരഞ്ഞെടുപ്പോടെ ഏതാണ്ട് ശൂന്യമായ അവസ്ഥയാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിച്ച 12 സ്ഥാനാർത്ഥികളും തോൽക്കുന്ന സാഹചര്യം. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയിടത്താണ് റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. റോഷി പാർട്ടിയെ ചതിച്ചു, തോൽവിയുടെ ഉത്തരവാദിത്തം റോഷിക്കാണ് എന്ന് പറയുന്നു. മുന്നണി മാറ്റത്തിനുള്ള അവസരം ഉപയോഗിച്ചില്ല എന്നുകൂടി ജയകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ജയകൃഷ്ണനിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ കരുതാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വികാരം തന്നെയാണ്. അത് ഈ മുന്നണി മാറ്റ നീക്കം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ഈ പ്രമോദ് നാരായണൻ ചോർത്തി നൽകുന്നു. റോഷി അഗസ്റ്റിനാണ് നീക്കം തടഞ്ഞത്, N ജയരാജും കൂടെ നിന്നു എന്ന ചർച്ചകൾ അന്ന് തന്നെ ഉയർന്നു വന്നത്. എന്തായാലും സമ്പൂർണ്ണമായും ചെയർമാൻ ഉൾപ്പെടെ തോറ്റതോടെ വലിയ നിരാശയിലാണ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും. പ്രത്യേകിച്ച് എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണി വീണ്ടും മന്ത്രിസ്ഥാനത്തായി എത്തുമായിരുന്നു. പാർട്ടിക്ക് അതൊരു വലിയ പുനരുജ്ജീവനത്തിന് കാരണമാകുകയും ചെയ്യുമായിരുന്നു എന്ന് അവർ വിലയിരുത്തുകയാണ്. ഈ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചെറിയ പൊട്ടിത്തെറി അത് പക്ഷേ യോഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഒരുപക്ഷെ പല പാർട്ടി നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള നീക്കം ജോസഫ് ഗ്രൂപ്പും കാണിച്ചാൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.